നമ്മെ ഓരോരുത്തരെയും പരസ്പരം സ്നേഹമുള്ളവരിലും പരസ്പര സഹകരണ മനോഭാവമുള്ളവരിലും അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ. പടച്ച റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കുന്ന അത് എത്രത്തോളം വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി അതിനു വേണ്ടി പരിശ്രമിക്കുന്ന യഥാർത്ഥ അടിമകളിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. മരിക്കുന്ന സമയം ഈമാൻ ഉറപ്പിച്ച് സന്തോഷത്തോടുകൂടെ മരണപ്പെടുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. സഹോദരങ്ങളെ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരുപാട് അവയവങ്ങൾ ഉണ്ട്. അതിൽ ഏറ്റവും പ്രയാസം കുറഞ്ഞ ഒരു അവയവമാണ് നാവ്. പ്രയാസം കുറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കിടക്കപ്പായയിൽ കിടന്ന് നമ്മുടെ ബോധം പോകുന്നത് വരെ, ഉറങ്ങുന്നത് വരെ പറയുന്ന കെലിമത്തുകൾക്ക്, വാചകങ്ങൾക്ക് ഒരു കയ്യും കണക്കില്ല. ഇതങ്ങനെ അലച്ചുകൊണ്ടിരിക്കുകയാണ്. നാവങ്ങനെ കടന്ന് പെടച്ചുകൊണ്ടിരിക്കും. നാവ് പെടക്കുമ്പോഴാണ് ശബ്ദങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങള് പഴയ കാലത്തൊക്കെ ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഉണ്ടായിരുന്നു, കണ്ടിട്ടില്ലേ? ടൈപ്പ് റൈറ്റിംഗിന്റെ മെഷീൻ. അതിന്റെ അക്ഷരങ്ങൾ ഞെക്കിയാൽ അതിന്റെ ഒരു ലിവർ ചെന്നിട്ട് എവിടെ മുട്ടും? അക്ഷരത്തുമ്മ മുട്ടും. ആ മുട്ടുമ്പോഴാണ് ഈ അക്ഷരം ഇതിൽ മഷി പുരളുന്നത്, കടലാസിൽ മഷി പുരളുന്നത് അപ്പോഴാണ്. എന്ന പോലെ നാവിന്റെ ഉള്ളിൽ, വായയുടെ ഉള്ളിൽ പല ഭാഗങ്ങളിലായി തട്ടുമ്പോഴാണ് ഈ അക്ഷരങ്ങൾ വരുന്നത്. അതേ മെഷീൻ പോലെ നാവ് ചെന്നിട്ട് പല സ്ഥലത്തും ഇങ്ങനെ മുട്ടുമ്പോഴാണ് ഈ അക്ഷരം പുറത്തേക്ക് വരുന്നത്. ഈ പറഞ്ഞ പണി നാവ് കൊണ്ട് രാവിലെ മുതൽ നമ്മൾ എഴുന്നേറ്റത് മുതൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെ നമ്മൾ ഈ നാവ് കൊണ്ട് ചെയ്യുന്ന പണി കൈകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചോളി. പിന്നെ ആ മനുഷ്യന് ഒറ്റ ദിവസം ആ കൈ ഉണ്ടാവുള്ളൂ. ശരിയല്ലേ? ഇനി അതല്ല കാലുകൊണ്ടാ ചെയ്യുന്നെങ്കിലോ, എത്ര വലിയ അഭ്യാസിയാണെങ്കിലും ഈ നാവ് കടന്നിട്ട് ഇങ്ങനെ കടന്ന് പടക്കുന്ന ആ പടച്ചിൽ കാലുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നിനും പറ്റില്ല. ഇങ്ങനെ തന്നെ എന്തും, എല്ലാ അവയവവും. അപ്പൊ വളരെ അല്ലാഹു തആല പ്രയാസം കുറഞ്ഞ ഒരു അവയവമായിട്ടാണ് ഈ നാവിനെ അള്ളാഹ് പടച്ചിട്ടുള്ളത്. അത് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇന്ന് നമ്മൾ പറയുന്ന വിഷയം, ഒരാളെ നാം ചീത്ത പറയുക, ഇത് നാവ് കൊണ്ടുള്ള അപകടത്തിൽപ്പെട്ടതാണ്, ആഫത്തിൽപ്പെട്ടതാണ്. ചീത്ത പറയുക എന്ന് പറഞ്ഞാൽ പരസ്പരം ചീത്ത പറയുന്ന രണ്ടാളുകൾ, രണ്ടാള് ചീത്ത പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരാൾ തുടങ്ങണം, വേണ്ടേ? ഒരാൾ തുടങ്ങണം എങ്കിലാണ് രണ്ടാമത്തെ ആൾക്ക് ഒരു സ്റ്റാർട്ട് ചെയ്യാൻ ഒരു സന്തോഷം ഉണ്ടാവുക. അയാളാണ്, അപ്പോഴാണ് ഇയാളെടുത്തുനിന്ന് കിട്ടിയ ആ പോയിന്റ് വെച്ചിട്ടാണ് മറ്റാൾ തുടങ്ങുക. അപ്പൊ ചീത്ത പറയുന്ന രണ്ടാളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹിയെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് പറയുന്നു, അൽ മുസ്തബ്ബാനി, പരസ്പരം ചീത്ത പറയുന്ന രണ്ടാളുകൾ. ഈ ചീത്ത പറയുന്ന രണ്ടാളുകളിൽ ചീത്ത പറഞ്ഞു തുടങ്ങിയ ആൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുക. രണ്ടാമത്തെ വ്യക്തിയെ കൂടി ചീത്ത പറയാൻ പ്രേരിപ്പിച്ചവനാണ് ഒന്നാമത്തവൻ. അവൻ തുടങ്ങിയപ്പോഴാണ് മറ്റവന് പൊറുതി മുട്ടിയിട്ട് അവനും അതിനെ പ്രതിരോധിച്ചത്. പ്രതിരോധിക്കുമ്പോ ഇവൻ പറയുന്നതിനേക്കാളും കുറച്ച് മെച്ചപ്പെട്ട വാക്കുകളാവണം പ്രതിരോധിക്കുന്നവൻ പറയേണ്ടത്, അല്ലേ? നമ്മളൊരാളെ ചീത്ത പറയുമ്പോ നമ്മൾ മത്തങ്ങ കുമ്പളങ്ങന്നൊക്കെ പറഞ്ഞാൽ അപ്പൊ അവന് അപ്പുറത്ത് അതിലും വലിയ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് ഇങ്ങോട്ട് പറയും.
അപ്പോഴല്ലേ ഇവൻ ഒന്നും കൂടി മെച്ചപ്പെട്ട് നിൽക്കാൻ പറ്റൂ. അപ്പൊ അത് തുടങ്ങിയ ആൾക്കാണ് ഈ രണ്ടാള്, ചീത്ത പറയുന്ന രണ്ടാളുകളിൽ ഇത് തുടങ്ങി വെച്ചവൻ ആരാണോ അവനാണ് രണ്ടാമത്തവനേക്കാളും വലിയ കുറ്റക്കാരൻ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിപ്പോ സാധാരണഗതിയിലുള്ള ഒരു ചീത്ത പറച്ചിലാണ്. ചീത്ത പറയാന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചീത്ത പറയല്ല, അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വരും. അതല്ല, ഒരുത്തനെ തരം താഴ്ത്തുന്ന തരത്തിലുള്ള സംസാരം. എങ്ങനെ? യാ ജാഹിൽ, യാ അഹ്മഖ് എന്നൊക്കെ. അതിന്റെ അർത്ഥം വിഡ്ഢിയായ മനുഷ്യ, അല്ലെങ്കിൽ പമ്പര വിഡ്ഢി, പൊട്ട, ഇങ്ങനെയൊക്കെ സാധാരണ നമുക്കത്ര വലിയ ഒരു പ്രയാസപ്പെടുന്ന ഒരു ചീത്തയായിട്ട് തോന്നാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. യാ ജാഹിൽ എന്ന് വിളിച്ചാൽ വിവരമില്ലാത്തവനെ, വിവരം കെട്ടവനെ എന്നൊക്കെ വിളിക്കുമ്പോ ആ അനുവദിക്കപ്പെടാവുന്ന തരത്തിലുള്ള ചീത്തകളെ കുറിച്ചാണ് ഇപ്പൊ ഈ പറഞ്ഞത്. ഏത്? ആദ്യത്തെ തുടങ്ങി വെച്ചവനാണ് രണ്ടാമത്തവനേക്കാളും കൂടുതൽ കുറ്റം കിട്ടുക എന്ന് പറഞ്ഞ കാര്യം ഈ സാധാരണഗതിയിൽ അനുവദിക്കപ്പെടാവുന്ന തരത്തിലുള്ള ചീത്ത പറച്ചിലുകളിലാണ്. ഇനി ഒരുത്തനെ നമ്മൾ എന്ത് വിളിച്ചു? വ്യഭിചാരിയായ മനുഷ്യ, യാ സാനി, വ്യഭിചാരം ചെയ്തവനെ, അല്ലെങ്കിൽ കട്ടവനെ. അതേപോലെ മനസ്സിനും ശരീരത്തിനും അഭിമാനത്തിനും എല്ലാം ക്ഷതം പറ്റുന്ന, മുറിവ് പറ്റുന്ന തരത്തിലുള്ള സംസാരമാണ് ഒരാളിൽ നിന്ന് ഉണ്ടായതെങ്കിലോ അപ്പൊ പിന്നെ ഒന്നും പറയാനില്ല, എന്തായാലും കുറ്റക്കാരനാണ്. അനുവദിക്കപ്പെടുന്ന കാര്യങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമത്തവനേക്കാളും ചീത്ത പറഞ്ഞു തുടങ്ങിയ ആദ്യത്തവൻ കുറ്റക്കാരനാകും എന്ന് പറഞ്ഞത്. ഇനി അനുവദിക്കപ്പെടാത്ത കാര്യങ്ങളാണ് വ്യഭിചാരിയായ മനുഷ്യ, അല്ലെങ്കിൽ കള്ള, അങ്ങനെ വിളിച്ചു, നീ അങ്ങനെ കട്ടില്ലേ, ഇങ്ങനെ കട്ടില്ലേ, നീ കള്ളനാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നവൻ, ചീത്ത പറഞ്ഞു തുടങ്ങുന്നവൻ, അപ്പൊ അവനെ പ്രതിരോധിക്കാൻ അതിനേക്കാളും വലിയത് ഇവൻ ആരെയാണോ നേരിടുന്നതെങ്കിൽ നേരിടുന്നവൻ പറയണം. ആ നേരിടുന്നവൻ പറയുമ്പോൾ അതിന് ആദ്യം തുടങ്ങി വെച്ചവനാണ് ഏറ്റവും വലിയ കുറ്റക്കാരനായി മാറുക. ഇനി അങ്ങനെ ഒരാൾ ചീത്ത പറഞ്ഞു എങ്കിൽ ഇനി രണ്ടാമത്തെ വകുപ്പ്, സാധാരണ ഒരാൾ ചീത്ത പറഞ്ഞതിന് പകരം പറയലാണ് ചെയ്യുക. നമ്മളെപ്പോലെ ബുദ്ധി കുറഞ്ഞ, വിവരം കുറഞ്ഞ, ക്ഷമ കുറഞ്ഞ ആളുകളൊക്കെ ചെയ്യുന്ന പണി. ശരിക്കും ചെയ്യേണ്ടത് എന്താണ്? ഒരാൾ ചീത്ത പറഞ്ഞാൽ അവന് കുറച്ച് സമാധാനം കിട്ടട്ടെ എന്ന് പറഞ്ഞ് അത് കേൾക്കുക. അത് കേട്ടിട്ട് കഴിഞ്ഞോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് പോവുക. അഫ്വ് ചെയ്യുക, അഫ്വോടുകൂടെ ക്ഷമിക്കുക. ഇതാണ് ഏറ്റവും നല്ല മാർഗം. അപ്പോ നമുക്ക് കുറ്റമല്ല, നമുക്ക് അയാൾക്ക് സമാധാനമായി. ഇതാണ് ഏറ്റവും നല്ല മാർഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിന്റെ വഴി തിരഞ്ഞെടുക്കാനും ഷർറിന്റെ വഴി അടച്ചു കെട്ടാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ ഓരോ ദിവസങ്ങളിലും നമ്മുടെ റൂഹ് സംശുദ്ധമാകുന്ന, ഖൽബ് വൃത്തിയാകുന്ന, പടച്ച റബ്ബിന്റെ അടുക്കൽ വിജയിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ പറയുമ്പോ ഇത് വെറൊരു പണിയായിട്ട്, പള്ളിയിലെ ഉസ്താദിനൊരു പണിയില്ല, സുബഹി നിസ്കാരം കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി പറയുന്ന ഒരു പണിയാണ് എന്നൊരിക്കലും കരുതരുത്. ഇതൊക്കെ നമ്മുടെ അടുത്തുള്ള കേടാണ്. ഇത് നമ്മൾ തീർത്തെങ്കിലേ കോടാനക്കോടി ആളുകൾ മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോ നമുക്ക് മുഖത്തിനൊരു തെളിച്ചമുണ്ടായി പടച്ച റബ്ബ് അവന്റെ നൂറാനിയത്ത് നമ്മുടെ മുഖത്ത് തന്ന് മഹ്ശറിൽ പടച്ച റബ്ബ് സ്വീകരിക്കപ്പെടുന്ന അടിമകളിൽ പെടണമെന്നുണ്ടെങ്കിൽ ഈ കേടൊക്കെ നമ്മൾ തീർക്കണം. കേടുള്ളത് നമ്മളൊന്നും തിന്നാറില്ല, കേടുള്ളത് ഉപയോഗിക്കാറില്ല, കേടുള്ളത് നാം സ്വീകരിക്കാറില്ല, ഒക്കെ ശരിയാണ്. പക്ഷെ ഈ കാര്യങ്ങൾ നമ്മിലുണ്ട് എങ്കിൽ അത് മാറ്റിയേ പറ്റൂ. ഇല്ലെങ്കിൽ ദുനിയാവിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ആഖിറത്തിൽ ചെല്ലുമ്പോൾ
പടുകുഴിയിൽ പരാജിതരിൽ നമ്മൾ പെട്ടുപോകും. അള്ളാഹു കാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.